മോദി 3.0യുടെ ഫസ്റ്റ് ബഡ്ജറ്റാണ് ഇന്ന് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കപ്പെട്ടത്. ഫിനാൻസ് മിനിസ്റ്റർ അവതരിപ്പിച്ച ഇന്നത്തെ ബഡ്ജറ്റ് ഒട്ടും മോശമില്ലാത്ത ഒരു ബഡ്ജറ്റ് ആയിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് റിലീഫ് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു കാര്യം ഈ ബഡ്ജറ്റിൽ. പക്ഷെ ഈ ബഡ്ജറ്റ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും, ഏതൊക്കെ സെക്ടേഴ്സിന് ഇത് നല്ലതുപോലെ വരാം, ഏതൊക്കെ സെക്ടേഴ്സിന് ഇത് മോശമായ രീതിയിൽ, അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സിന് ഇതൊരു സെന്റിമെന്റൽ ഒരു ബിയറിഷ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സാലറിയിൽ ഉണ്ടാകുന്ന ടാക്സ് കട്ട് കുറക്കുമ്പോൾ എന്തായിരിക്കും നോർമലി സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ കൂടുതൽ എമൗണ്ട് ക്യാഷ് ആയിട്ട് വരും. പക്ഷെ ഗവൺമെന്റിന്റെ ഇൻകം ഡയറക്റ്റ് ടാക്സിൽ കിട്ടുന്ന ഇൻകത്തേക്കാൾ കൂടുതൽ ഗവൺമെന്റിന് ഇൻഡയറക്റ്റ് ടാക്സിൽ ഇൻകം ലഭിക്കാൻ തുടങ്ങും. അതായത് നമ്മൾ കൂടുതൽ ക്യാഷ് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ജീവിത നിലവാരം ഉയർത്താൻ ഉതകുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുകയും അതുവഴി ഗവൺമെന്റിന് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST വരുമാനം, ഇൻഡയറക്റ്റ് ടാക്സ് ഗവൺമെന്റിന് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഒരു സ്റ്റേജിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഗവൺമെന്റിന്റെ ടോട്ടൽ ടാക്സ് വരുമാനത്തിന് ഇത് കാര്യമായി ബാധിക്കുന്നില്ല എന്നാണ് അർത്ഥം. എന്നാലും സാധാരണക്കാർക്ക് അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഏതൊക്കെ സെക്ടേഴ്സ് ആയിരിക്കും ഈ ബഡ്ജറ്റിന്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫ്യൂച്ചറിലോട്ട് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് പരിഗണിക്കാൻ പറ്റുന്ന സെക്ടർ ഒന്ന് പറയുന്നത്, മെയിൻ ആയിട്ട് പറയുന്നത് കൺസംഷൻ തീമാണ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്, FMCG സെക്ടേഴ്സ് എന്ന് നമ്മൾ നോർമലി പറയും. അപ്പം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിലുപരി കൂടുതൽ പണം ജനങ്ങളുടെ കയ്യിൽ വരുന്ന സമയത്ത് ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ വാങ്ങിക്കാൻ തുടങ്ങും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർ കണ്ടീഷൻ നമുക്ക് ഒരിക്കലും ഒരു മസ്റ്റ് നീഡ് ഐറ്റം അല്ല. ബട്ട് നമുക്ക് അതുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു കംഫർട്ട് ലെവലിൽ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഒരു ജീവിത നിലവാരത്തിലോട്ട് ഉയർത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് കൺസംഷൻ ഈ പറഞ്ഞ എയർ കണ്ടീഷൻ പോലത്തെ തീമുകളൊക്കെ ലൈം ലൈറ്റിൽ വരാൻ ചാൻസസ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ബ്ലൂ സ്റ്റാർ, അതേപോലെ തന്നെ വോൾട്ടാസ്. ഇതൊന്നും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബൈ സെൽ കോൾ അല്ല. ഈ തീം എന്താണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ രണ്ട് എക്സാമ്പിൾസ് മാത്രമാണ്. ഇപ്പൊ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്സിലോട്ട് പോകുമ്പോൾ എപ്പോഴും അതിനകത്ത് ഒരു ഹൈ റിസ്ക് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല ETFകൾ, FMCG ETF ഒക്കെ പോലത്തെ ETFകൾ ഉണ്ട്. അത് നമുക്ക് ഈ സമയത്ത് പരിഗണിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇന്ന് ആ ഒരു ന്യൂസിന്റെ ബേസിൽ തന്നെ ഈ ഇൻഡെക്സുകളെല്ലാം തന്നെ 3% പ്ലസ് ഇന്ന് അപ്പായിട്ടുണ്ട്. അതാണ് ഒരു തീം, കൺസംഷൻ തീം നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. അതിനുള്ള സ്റ്റോക്സുകൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ETF രീതിയിലോട്ടും പോകുന്നത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. രണ്ടാമത് വരുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ വരുന്ന സമയത്ത്, ക്യാഷ് വരുന്ന സമയത്ത് നമ്മൾ പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലോട്ട് പോകും. അതിന്റെ ഒരു മെയിൻ ഉപഭോക്താവായിട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ ബെനിഫിഷ്യറി ആയിട്ട് വരാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റാണ്. അപ്പൊ സ്റ്റോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കമ്പനികൾ അല്ലെങ്കിൽ അതിന്റെ തന്നെ ETFകൾ, ക്യാപിറ്റൽ മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യുന്ന ETFകൾ അവൈലബിൾ ആണ്. അതും നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. മോത്തിലാൽ ഓസ്വാളിന്റെ ഒക്കെ ETFകൾ അവൈലബിൾ ആണ്, നമുക്കത് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ വരുന്നതാണ് ഓട്ടോ സെക്ടർ. ശരിക്കും കഴിഞ്ഞ ഒരു 2 ക്വാർട്ടറായിട്ട് ശരിക്കും നല്ലോണം ബീറ്റൺ ഡൗൺ ചെയ്യപ്പെട്ട ഒരു സെക്ടർ ആയിരുന്നു ഓട്ടോ സെക്ടർ. അത് 2 വീലർ സെഗ്മെന്റ് ആണെങ്കിലും പാസഞ്ചർ സെഗ്മെന്റ് ആണെങ്കിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെന്റ് ആണെങ്കിലും നല്ലതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ നല്ലതുപോലെ ഡൗൺ ചെയ്യപ്പെട്ട ഒരു സെഗ്മെന്റ്. അതിന്റെ ഇൻഡെക്സ് തന്നെ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 18-20% വീണിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്യാഷ് ജനങ്ങളുടെ കയ്യിൽ വരുമ്പോൾ ഓഫ്കോഴ്സ് ഒരു വളരെ ലോ ക്ലാസ് നിൽക്കുന്ന ആൾ പോലും ഒരു 2 വീലർ 4 വീലർ റേഞ്ചിലോട്ടൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ കാർ ഒരിക്കലും ഒരു ലക്ഷറി ആയിട്ട് വരില്ല, പക്ഷെ ഒരു എന്താ പറയുക, ഒരു നീഡ് ആയിട്ട് വരികയും ആളുകൾ കൂടുതൽ കാർ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാകുമ്പോൾ ഓട്ടോ സെയിൽസ് കൂടുതലായിട്ട് കൂടും, കമ്പനിയുടെ റവന്യൂ കൂടും, ഓട്ടോ ഇൻഡെക്സിന്റെ ഒരു റിട്രീവൽ നമുക്ക് കാണാനുള്ള ചാൻസസ് വരും ക്വാർട്ടേഴ്സിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ഫാക്ടർ വരുന്നു, പിന്നെ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് റെപ്പോ റേറ്റ് ഗവൺമെന്റ് ഡൗൺ ചെയ്യപ്പെട്ടു. അത് വളരെ പോസിറ്റീവാണ്. അങ്ങനെ വരുന്ന ഹോം ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആളുകൾ ഹോം ലോൺസ് അപ്ലൈ ചെയ്യുന്നതും എടുക്കുന്നതിന്റെയും എണ്ണം കൂടുമ്പോൾ റിയാലിറ്റി സെക്ടർ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസസും ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് സെക്ടറാണ് ഉദ്ദേശിച്ചത്.
മോത്തിലാൽ ഓസ്വാളിന്റെ റിയാലിറ്റി ETF അവൈലബിൾ ആണ്, നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണ്. ഇൻഡിവിജ്വൽ സ്റ്റോക്സ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നല്ലോണം ധാരണ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, ഇല്ലെങ്കിൽ നല്ല ETF ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസ്ക് കുറച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ റിയാലിറ്റി സെക്ടർ വിൽ കംസ് ടു ലൈം ലൈറ്റ്. പിന്നെ വരുന്ന ഒരു ഇതാണ് ഈ സെക്ടേഴ്സ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റിൽ വന്നിട്ടുള്ള സെക്ടറുകളും നമ്മൾ അറിയണം അല്ലെ, ഏത് സെക്ടറാണ് കൂടുതൽ ഒരു ലൈം ലൈറ്റിൽ വരാതെ പോയത് എന്നുള്ളതാണ്. അതിൽ വരുന്ന ഒന്നാണ് റെയിൽവേ സെക്ടർ. ഇന്ന് പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ റെയിൽവേ സെക്ടറിനെ കുറിച്ച് എക്സ്പ്ലിസിറ്റ് ആയിട്ടൊന്നും പറയാത്തതുകൊണ്ട് തന്നെ ഇന്ന് മിക്ക റെയിൽവേ സെക്ടറുകളിലും അത്യാവശ്യം നല്ല ഒരു സെൽ ഓഫ് കണ്ടു. അപ്പോൾ വരും ദിവസങ്ങളിലും അതിന്റെ ഒരു സെന്റിമെന്റ്സ്, ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് 2025 ഉണ്ടാകും. ഒരു പുതിയ എൻട്രി ഇപ്പൊ എടുക്കാത്തതായിരിക്കും നല്ലത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻട്രി എടുത്തവരാണെങ്കിൽ ജസ്റ്റ് ഹോൾഡ്, ഇപ്പൊ ആവറേജ് ചെയ്യാനും പോകേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒന്നും കൂടി താഴോട്ട് വരാനൊരു ചാൻസ് ഉണ്ട്. താഴെ വന്നൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് പോകും. ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്ത് മാറാം. അതേപോലെ തന്നെയാണ് ഡിഫൻസ് തീമും ഇതേ ഇതിൽ വരുന്നതാണ്. ഒരിക്കലും ഈ രണ്ട് സെഗ്മെന്റും ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഒരു ബാഡ് സെക്ടർ എന്ന് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് സെക്ടർ, ബട്ട് അതിന്റെ ഒരു സെന്റിമെന്റ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് കുറച്ച് സമയം കൂടി എടുത്ത് കഴിഞ്ഞിട്ട് വേണം ആ ഒരു തീമിലോട്ട് ഇനി നോക്കാൻ വേണ്ടിയിട്ട്. തൽക്കാലം ഒന്ന് ഹോൾഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഗവൺമെന്റിന്റെ കെപെക്സ് ഡൗൺ ആണ്. അറൌണ്ട് 11.2 lakhs ആണ് ഗവൺമെന്റിന്റെ കെപെക്സ് ഡൗൺ ആയിട്ട് വന്നിട്ടുള്ളത്. കെപെക്സ് സ്പെൻഡിംഗ് ആണ് ഞാൻ പറഞ്ഞത്, 11.2 lakhs ആണ്. അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ചില സെക്ടറുകൾ, പവർ തീംസിൽ വരുന്ന ചില സെക്ടറുകളായിട്ടുള്ള REC, അതേപോലെ വരുന്ന PFC പോലെ സെക്ടറുകളെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ഈ 3 സെഗ്മെന്റിൽ നിന്ന് തൽക്കാലം ഒന്ന് വാച്ച് ചെയ്യാം. പക്ഷെ പുതിയ എൻട്രികൾ എടുക്കേണ്ട, പുതിയ ആവറേജുകൾ ചെയ്യുന്നതും ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞ് വാച്ച് ചെയ്ത് ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് കൺസോൾട്ടേഷൻ വന്നതിന് ശേഷം മാത്രം പരിഗണിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള റെയിൽവേ, ഡിഫെക്സ്, പിന്നെ ഈ REC, PFC പോലത്തെ പവർ തീമുകളിൽ വരുന്ന സെക്ടറുകളും. ഇതാണ് ഇന്നത്തെ ബഡ്ജറ്റിന്റെ ഒരു അവലോകനം. ഏതൊക്കെ തീമുകളാണ് പോസിറ്റീവ് നിങ്ങൾക്ക് മനസ്സിലായി, ഏതൊക്കെ തീമുകളായിരിക്കും ഇനി ലൈം ലൈറ്റിൽ കുറച്ച് കാലം വരാതെ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് നിൽക്കുന്ന തീമുകൾ മനസ്സിലാക്കി. അപ്പൊ നിങ്ങളുടെ സ്റ്റോക്സുകൾ നിങ്ങൾ കയ്യിലുള്ളത് നോക്കുക. നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണെങ്കിൽ ഇപ്പൊ തൽക്കാലം അത് ആവറേജ് ചെയ്യേണ്ട, ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ഇഫ് യു ആർ എ ലോങ് ടേം ഇൻവെസ്റ്റർ. അതിന്റെ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞ് കൺസോൾട്ടേഷൻ ഫേസിലോട്ട് വന്ന് കഴിഞ്ഞ് ഒരു അപ്സൈഡ് ഒക്കെ കാണിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ആ ടൈമിൽ നമുക്ക് ആവറേജ് ചെയ്യാം. അൺടിൽ ദെൻ ജസ്റ്റ് കീപ് ഇറ്റ് ഹോൾഡ്, ഡോണ്ട് സെൽ, പാനിക് സെല്ലിങ്ങിലോട്ട് പോകരുത്. മറ്റ് തീമുകൾ അത്യാവശ്യം ഡൗൺ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ചില എസ്പെഷ്യലി കൺസ്യൂമർ, ഓട്ടോ സെക്ടേഴ്സ് എല്ലാം തന്നെ അത്യാവശ്യം ഇമ്പാക്റ്റ് വന്നിട്ടുള്ളതാണ്. അത് ഇനി തുറന്ന സമയങ്ങളിൽ ഒരു ലൈം ലൈറ്റിലോട്ട് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പം ആ ഒരു ഏരിയയും ഒന്ന് ഫോക്കസ് ചെയ്യാം. അതേപോലെ ഒരു സെഗ്മെന്റ് ആയിരുന്നു, പക്ഷെ ഒരു ചെറിയ അലോക്കേഷൻ പോലെ പറഞ്ഞു പോയൊരു സെഗ്മെന്റ് ആയിരുന്നു ഡാറ്റാ സെന്റർ തീംസുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരുന്ന തീംസുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികൾ. പെട്ടെന്ന് വലിയൊരു ബൂം പ്രതീക്ഷിക്കേണ്ട, എന്നാലും ഓൾവേസ് ഇറ്റ്സ് എവർഗ്രീൻ തീമാണ്. അപ്പൊ ആ സെക്ടറും ഒന്ന് വാച്ച് ചെയ്യാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ര ഒരുപാട് ഡൗൺ ഡാറ്റാ സെന്റർ സ്റ്റോക്സിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഡീപ് സീക്കും ഒരു വരവോട് കൂടിയിട്ട് അതിലെല്ലാം ഒരുപാട് ബീറ്റ് ആൻഡ് ജോയിന്റ് പെട്ട്, ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ ദ ഫോക്കസ്. ഓക്കെ, ആ ഒരു സെഗ്മെന്റും ഫോക്കസിലിരിക്കുക. നേരത്തെ പറഞ്ഞിട്ടുള്ള റെയിൽവേ, പവർ തീംസ്, ഡിഫൻസ് തീംസ് തൽക്കാലം ഹോൾഡ് ചെയ്യുക. മറ്റ് പറഞ്ഞിട്ടുള്ള തീംസുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് വരും ക്വാർട്ടറുകളിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചോദിക്കാം. അറിയാവുന്നവരൊക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലോണം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്സും പ്ലാൻസും ഒക്കെ ചെയ്യാം. ജസ്റ്റ് ബ്ലൈൻഡ്ലി എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് കയറി ഇൻവെസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് എന്താന്ന് നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി വാച്ച് ചെയ്തിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക് വരേക്കും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.